ഈ ഡിവൈസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് പറയാം. ഇതിൽ കൃത്യമായിട്ട് ഈ ഡിസ്പ്ലേ വഴി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, പവർ ഫെയിലിയർ, പാവപ്പെട്ട പോസ്റ്റിൽ കയറുന്ന തൊഴിലാളികൾ അവർ മരിക്കുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അവർ എഞ്ചിനീയർമാരല്ലേ. ഇപ്പം ഇവിടെ VVIPകളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഇവിടെ വരത്തില്ലായിരുന്നു. KSEB ഇത്രയും നാളായിട്ട് നാട്ടിൻപുറത്ത് മാത്രമല്ല പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ആളുകളെ ഈ രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് പറ്റിച്ചുകൊണ്ടിരുന്നത്? KSEBക്ക് എപ്പോഴും ഒരു പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട്. അയാളുടെ വീടിന് മുമ്പിലാണ് ഞാനുള്ളത്. നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കുക ഒരു നെഗറ്റീവ് കാര്യമാണ് പറഞ്ഞത്. പ്രശ്നക്കാരൻ ഞാൻ ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല. KSEBക്ക് ഈ ചേട്ടനെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ചേട്ടൻ്റെ വീടിന് മുമ്പിലാണ് ഞാനുള്ളത്. ഇത് നമ്മുടെ കലവൂരിലെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള രഞ്ജിത്തേട്ടൻ്റെ വീട്ടിലാണ് ഞാനുള്ളത്. രഞ്ജിത്തേട്ടൻ ഇപ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലേ? രഞ്ജിത്തേട്ടന് KSEBക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കം കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഹലോ, നമസ്കാരം ചേട്ടാ. എന്താ പരിപാടി? KSEBക്ക് പുതിയൊരു പണിയൊക്കെ ആയിട്ട് വന്നതാണല്ലോ അറിഞ്ഞത്. എന്താണ് വിശേഷം? KSEBക്ക് പണി കൊടുത്തതല്ല, കാണിക്കാം. മൊത്തത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. KSEBക്ക് പണി കൊടുത്തത് ഞാൻ വെറുതെ പറഞ്ഞാണ്. KSEBക്ക് പണി കൊടുത്തതല്ല ആക്ച്വലി. പുള്ളി നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ ഇത്രയും നാൾ നമ്മൾ എത്രത്തോളം അല്ലേ, നമ്മൾ എത്രത്തോളം എന്തായിരുന്നു KSEBയെ കുറിച്ചുള്ള ധാരണ, അല്ലെങ്കിൽ KSEBക്ക് നമ്മൾ കറണ്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞില്ല, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ട് പുള്ളി വ്യക്തമായിട്ടുള്ളൊരു കാര്യം നമ്മളോട് പറയുകയാണ്. ശരിക്കും എന്തായിരുന്നു ഈ ഒരു പുതിയൊരു സംരംഭത്തിലേക്ക് എത്താനുള്ള കാരണം? ശരിക്കും KSEBക്ക് പണി കൊടുത്തല്ലോ. അല്ല, നമ്മൾക്ക് തരുന്ന പണിയൊന്ന് കുറച്ചതാണ്. നമ്മൾ അങ്ങോട്ട് പണി കൊടുത്തിട്ടില്ല. നമുക്ക് അവർ നല്ലോണം പണി തരുന്നുണ്ട്. ആ പണിയൊന്ന് കുറച്ചതാണ്. അപ്പോൾ ഇവിടെയുള്ള നിരന്തരമായിട്ടുള്ള പവർ കട്ട്, ഇപ്പോൾ പവർ കട്ട് ഒഫീഷ്യലി ഉള്ള പവർ കട്ട് ഇല്ലല്ലോ. ഇത്ര പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. ഞാൻ പറയുന്നു അതാണ് നല്ലത്. 1-2 മണിക്കൂർ പവർ കട്ടായാലും അവർ പറഞ്ഞുകൊണ്ട് ഒരു സമയം പറഞ്ഞ് കൊണ്ട് കട്ട് ചെയ്താൽ അതാണ് എപ്പോഴും നല്ലത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്ന സമയത്തെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. പണ്ട് അറിയാലോ, പണ്ട് നാണയം കൊടുത്ത് പ്രതിഷേധിക്കേണ്ടതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമ്മൾ ചാനൽ വഴിയൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ 15 തവണയോ 50 തവണയൊക്കെ ഇവിടെ കറണ്ട് കട്ടായത് എണ്ണിയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ അത് ജനങ്ങളെല്ലാം വിശ്വസിക്കത്തില്ല, അതങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറയും. അപ്പം പക്ഷേ അതിൻ്റെ തെളിവുകളുണ്ടായിരുന്നു കയ്യിൽ. അതെ, അതിൻ്റെ തെളിവ് എൻ്റെ ഇവിടെയുള്ളൂ, ഉള്ളിലേ ഉള്ളായിരുന്നു. അല്ലാതെ എനിക്ക് തെളിയിക്കാൻ ഇല്ല. അത് തെളിയിക്കാൻ ഞാൻ അന്ന് നോട്ട് ചെയ്തിട്ടുമില്ല, ആ സമയങ്ങൾ നോട്ട് ചെയ്തിട്ടില്ല. അതിന് ശേഷം അന്ന് പോലൊരു ചിന്തയിലായിരുന്നു ഇതെങ്ങനെ തെളിയിക്കാൻ സാധിക്കും ഈ പവർ കട്ടാവുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ജനങ്ങളെ എങ്ങനെ അറിയിക്കാൻ സാധിക്കും, അതിനുവേണ്ടിയാണ് ഈ ഒരു ഡിവൈസ് കണ്ടുപിടിക്കേണ്ടി വന്നത്. അതിന് മുമ്പ് ഞാൻ കൃത്യമായിട്ട് ഓരോ സമയങ്ങളിലും കറണ്ട്, ഞാൻ ഇവിടെ ഉള്ള സമയമാണെങ്കിൽ കറണ്ട് പോകുന്ന സമയം നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. ചേട്ടാ, ശരിക്കും നിങ്ങളുടെ ഈ ഭാഗത്ത് ഇത്രത്തോളം ഈ ഇലക്ട്രിസിറ്റിയിൽ ഇങ്ങനെ കറണ്ട് കട്ടാവും എന്നുള്ള കാര്യം എങ്ങനെയാണ് തെളിയിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്? നമ്മളൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ശരിക്കും പറഞ്ഞല്ലേ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഭാഗത്ത് മാത്രമല്ല, കേരളത്തിലെ മിക്ക ഭാഗങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. പലരും ഇത് കണ്ടിട്ട് പറയാറുണ്ട്, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായിട്ട് വിളിക്കാറുണ്ട്, ഞങ്ങളുടെ എവിടെയും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ള കാര്യം. ശരിക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യമാണെന്ന്, പക്ഷെ അല്ല, ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇങ്ങനെ റൂറൽ ഏരിയയിലാണ്. ഈ ഗ്രാമീണ പ്രദേശമാകുമ്പോൾ ഇവിടെ ചോദിക്കാൻ ആരുമില്ല, പ്രതികരിക്കാൻ ആളില്ല. ഇപ്പം ഇവിടെ VVIPകളായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഇവിടെ വരത്തില്ലായിരുന്നു. ഇവിടെ ചോദിക്കാനോ പ്രതികരിക്കാനോ ആളില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്. ഇപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനഃപൂർവ്വം തന്നെ കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ പവർ കട്ടില്ലല്ലോ, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എന്നുള്ള പവർ കട്ടില്ല, പക്ഷെ അതിന് പകരം 10 മണിക്കൂറൊക്കെ കട്ടാക്കുവാണ്. ഒരു മാസം സാധാരണ ഈ മരമുറിയൊക്കെ വരുന്ന ദിവസങ്ങളിൽ അവർ ഇൻഫർമേഷൻ തരാറുണ്ട്, 9 to 5 അങ്ങനെ കറണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിന് പുറമെ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിലൂടെ ഇവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ശരിക്കും ഈ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളവർക്ക് എന്താണ് ഇതിലൂടെ നേട്ടം എന്നുള്ളത് എന്താണ് ചേട്ടൻ പറയുന്നത്? നേട്ടമേ ഉള്ളൂ. അവർക്ക് പൈസ വാങ്ങിച്ചുകൊണ്ട് സേവനം കൊടുക്കണ്ടെങ്കിൽ അത് നേട്ടമല്ലേ ഉള്ളത്. അപ്പോൾ പവർ കട്ട് എന്തിനാണ് ചെയ്തിരുന്നത്? അത് പവർ കട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ പവർ കട്ട് ചെയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പല വീടുകളിലും ഇൻവെർട്ടറുള്ള വീടുകളിൽ അതറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള പവർ കട്ടിൻ്റെ പ്രശ്നം ഈ കുറച്ച് സെക്കൻഡുകളിലേക്ക് പോയിട്ട് വരുന്ന പരിപാടിയുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ വിവരാശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടില്ലേ, ഓരോ ഇതിൻ്റെ വിവരാശം കൊടുത്തതിൻ്റെ ഇതാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ അതിനു മുമ്പും ഈ സമയം നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു.
അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഈ 3/11/2024 15 തവണയാണ് കട്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് ഞാനുള്ള സമയത്ത് ശ്രദ്ധയപ്പെടുമ്പോൾ ആ സമയം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കും. കറണ്ട് പോകുന്ന സമയം 3-ാം തീയതി 15 ഒരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ വീട്ടിൽ ഇരുന്ന സമയത്ത് തന്നെ വൈകുന്നേരം 3:20 PM മുതൽ വൈകുന്നേരം രാത്രി 2:12 PM വരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ 15 തവണ പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തവണ ഞാൻ പല ആവശ്യമായിട്ട് ജംഗ്ഷനിലും പല സ്ഥലങ്ങളിലോട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് പോയ കാര്യം എനിക്കറിയില്ല, അല്ലാതെ തന്നെ പോയ കാര്യമാണ്. ആ വിവരാശത്തിൽ തന്നെ അവർ തന്നിരിക്കുന്നതോ 3:11 ഒറ്റ തവണയെ പോയിട്ടുള്ളൂ എന്നാണ്, 19 മിനിറ്റത്തേക്ക്. അതെന്ത് വിവരാവകാശമാണ്? അത് ഇവർ അങ്ങനെ ഒരു പക്ഷെ ആ സമയം കറക്റ്റാണ് തന്നിരിക്കുന്നത്. പക്ഷേ 15 തവണ പോയെടുത്ത് ഒരു തവണ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാണ് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള സമയം തന്നിട്ടില്ല. വിവരാവകാശം പോലും തെറ്റായിട്ടുള്ള രീതിയിലാണ് 2 മാസം കൊടുത്തിരിക്കുന്നത്. 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 24/9/2024 മുതൽ 24/11/2024 2 മാസ കാലയളവിൽ എത്ര തവണ കറണ്ട് കട്ടായിട്ടുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിൽ എത്ര തവണ കറണ്ട് കട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിവരാശം കൊടുത്തത്. അപ്പോൾ അതിൻ്റെയാണ് ഇത് തന്നിരിക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നതനുസരിച്ച് മൊത്തത്തിൽ ഈ 60 ദിവസത്തിൽ 10-15 തവണയെ കട്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അത് ഒരു ദിവസം തന്നെ അതിൽ കൂടുതൽ കട്ടായിരിക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തില്. അപ്പൊ ശരിക്കും ഇങ്ങനെ പവർ കട്ട് ഉണ്ടാവുന്ന സമയങ്ങളിൽ സാധാരണക്കാർക്ക് അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ല എന്ത് നേട്ടമാണ് അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, തിരിമറിയെന്ന്. ആ തിരിമറിക്ക് ചേട്ടൻ എന്ത് സൊല്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഈ ഡിവൈസ് കണ്ടുപിടിച്ചത്. ഈ ഡിവൈസ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീറ്ററായിട്ട് ഘടിപ്പിച്ച് തരേണ്ടതാണ്. മീറ്ററുമായിട്ട് ഘടിപ്പിച്ച് തന്നിട്ട് അവർ തരാത്ത സേവനം, അവരിൽ നിന്നും ഇത്ര മണിക്കൂർ കട്ടായിട്ടുണ്ടെങ്കിൽ ആ ഓരോ മണിക്കൂറിനും ഇത്ര പൈസ വെച്ചിട്ട് നമുക്ക് നഷ്ടപരിഹാരം തരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചോദിക്കാൻ റൈറ്റ് ഉള്ളതാണ്. അപ്പോൾ ഏത് KSEB ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ബോർഡ് കാണാൻ സാധിക്കും. നമ്മുടെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലങ്ങളിലായിരിക്കും ആ ബോർഡ് വെച്ചിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നഗരപ്രദേശങ്ങളിൽ ഇത്ര മണിക്കൂർ കട്ടാകുമ്പോഴും 8 മണിക്കൂറൊക്കെയാണ്. ഗ്രാമീണ പ്രദേശങ്ങളിൽ 10 മണിക്കൂറും 12 മണിക്കൂറും കട്ടായി കഴിഞ്ഞാൽ 25 രൂപ വെച്ച് നഷ്ടപരിഹാരം കൺസ്യൂമർക്ക് കൊടുക്കണം. ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളിലും അല്ല, അവരത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും അറിയത്തുമില്ല. ഇതിൻ്റെ പരാതിയായിട്ട് ആരും പോകാറുമില്ല. അപ്പം എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഇവരുടെ സംവിധാനത്തിനോട് പറയാനുള്ളത്, ഞങ്ങൾ പരാതിക്ക് പോവുകയല്ല വേണ്ടത്. പരാതിക്ക് പോവാതെ തന്നെ ഞങ്ങൾക്ക് തരാത്ത ഉള്ള ഈ നഷ്ടപരിഹാരം നിങ്ങൾ ഈ 2 മാസത്തിൽ അല്ലെങ്കിൽ 1 മാസത്തിൽ നിങ്ങൾ റീഡിംഗ് എടുക്കാൻ വരുമ്പോൾ ഈ പവർ കട്ടായിരിക്കുന്നതിൻ്റെ സമയം അതിൻ്റെ എമൗണ്ടും മൈനസ് ചെയ്തുകൊണ്ടായിരിക്കണം നമുക്ക് ബില്ല് തരേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ഡിവൈസ് കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടുപിടിച്ച ഈ ഡിവൈസ് തന്നെ വെക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അവർ ഇതുപോലെ ഡിവൈസ് കണ്ടുപിടിച്ച് അതിനകത്തുനിന്ന് സെറ്റ് ചെയ്യുക. അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഡിവൈസ് ഒന്ന് നോക്കാം, ഡിവൈസ് ശ്രദ്ധിക്കാം, എന്താണ് ഈ ഡിവൈസിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഡിവൈസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് പറയാമോ? ഇതിൽ കൃത്യമായിട്ട് ഈ ഡിസ്പ്ലേ വഴി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, പവർ ഫെയിലിയർ എത്ര തവണ ഫെയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടായിട്ടുള്ളതാണ് ആ കാണിച്ചിരിക്കുന്നത് 93 93 തവണ കട്ടായിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂറേഷൻ ഇത് മിനിറ്റിലാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഡ്യൂറേഷനാണ് 701 മിനിറ്റ്. അപ്പോൾ ഇത് ഈ ഡിസ്പ്ലേയിൽ ഇങ്ങനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത് മെമ്മറി കാർഡാണ്. ഇത് SD കാർഡ് ഇട്ടിട്ടുണ്ട്. ഈ കാർഡ് ഊരിയിട്ട് നമ്മൾ സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഡേറ്റ നമുക്ക് എടുക്കാം. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഇന്ന ഡേറ്റിൽ ഇത്ര മണിക്കൂറിൽ ഇത്ര മിനിറ്റിൽ ഇത്ര സെക്കൻഡിൽ എത്ര മണിക്കൂർ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് പവർ കട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഡേറ്റ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് കൺസ്യൂമർ കോർട്ടിലൊക്കെ എന്തെങ്കിലും ആവശ്യമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, നഷ്ടപരിഹാരത്തിന് പോയാലും നമുക്ക് ഉള്ളൊരു പ്രൂഫായി പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രൂഫ് തന്നെയാണ് നമുക്ക്. അതെ, വളരെ നൂതനമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ KSEB തന്നെ ഡെവലപ്പ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ്. ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന സാധനമാണിത്. ഇതൊരു പ്രോജക്റ്റായിട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലേ? അതിന് ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ട് അവിടെ കയറും, ജനപ്രതിനിധിയാകും. പക്ഷെ അവർ ജനങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ ചെയ്യുന്നത്. ആ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് മനസ്സുള്ള ഒരാളാണ് എങ്കിൽ ചെയ്യും. അപ്പം
അതിനകത്ത് രാഷ്ട്രീയ കുറ്റപ്പെടുത്തുകൾ ചെയ്യുമല്ല ഞാൻ, അങ്ങനെ വിചാരിക്കണം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. എങ്കിലും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയം പറയാൻ നിൽക്കുന്നില്ല. ഇത് രാഷ്ട്രീയവൽക്കരിക്കുകയല്ല വേണ്ടുന്നത്. ഇതിനകത്ത് ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ഡിവൈസുകൾ ഇതിനകത്ത് വെച്ചിട്ട് ഇത് എല്ലാവർക്കും, ഇത് കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും BJP-ക്കാരനും ആം ആദ്മി പാർട്ടിയായാലും എല്ലാ പാർട്ടിക്കാരനും ഗുണം ചെയ്യുന്നതാണ് ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം ഈ KSEB ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അവർക്കും KSEBക്കും അറിയാം. അതുകൊണ്ടാണ് കൂടുതൽ ഇവരിങ്ങനെ ഈ വൈദ്യുതി വർധനവ് നടത്തുന്നതും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്ത് തോന്നിവാസവും ചെയ്യുന്നതെന്ന് തന്നെ പറയാം. ഇതുപോലെ അപ്പോൾ അവർക്ക് തോന്നുന്ന സമയത്ത് കറണ്ട് തരിക, കട്ട് ചെയ്യുന്നതൊക്കെ കുറേയേറെ മനഃപൂർവ്വം തന്നെയാണ് കേട്ടോ. അവർ പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ടുള്ള പണി ചെയ്യുന്നത് അവരാണ്. പട്ടാളക്കാരൊക്കെ കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ വിധവകളും ഉള്ളതും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് പറയുന്നുണ്ട്. അതാരുടെ കുറവുകൊണ്ടാണ്? KSEBയിൽ ഏറ്റവും ജീവനക്കാരിൽ അവരുടെ കുടുംബത്തിലാണ് ഏറ്റവും കൂടുതൽ വിധവകളെന്ന് അവർ ഇങ്ങനെ പറയുന്നു എങ്കിൽ അതിൻ്റെ കാരണക്കാരാരാണ്? അവർ തന്നെയല്ലേ. പാവപ്പെട്ട പോസ്റ്റിൽ കയറുന്ന തൊഴിലാളികൾ അവർ മരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അവർ എഞ്ചിനീയർമാരല്ലേ. അവർക്ക് പണിയറിയത്തില്ല, അതുകൊണ്ടല്ലേ അവർ അവിടെ ഷോക്കേറ്റ് മരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ചെയ്തുവെങ്കിൽ അവർ മരണപ്പെടുമോ? ഇല്ല. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവർ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. പാവപ്പെട്ട തൊഴിലാളികളാണ്, അവരുടെ ജോലി അവിടെ ഞാൻ നിന്ന് കിടന്ന് കിലോമീറ്ററുകൾ ഹൈറ്റ് ഉള്ളതിനകത്താണ്, എത്രമാത്രം സർക്കസുകാർ പോലും ഇത്രയും ജോലി ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരെ കൃത്യമായിട്ടുള്ള ആ സംവിധാനം ചെയ്തു തരണം. അവർ ഇനി ഒരു KSEBയിൽ ഒരു വിധവ വരാൻ പാടില്ല. KSEBയിൽ ഒരാൾ ഷോക്കേറ്റ് മരിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിനെയൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനകത്ത് പണി അറിയാവുന്നതിനെ ജോലിക്ക് വെക്കണം എന്ന് പറയുന്നുള്ളൂ. എത്ര വലിയൊരു മെസ്സേജാണ് ഈ ചേട്ടൻ നമ്മളിലൂടെ പാസ് ചെയ്തിരിക്കുന്നത് അറിയാമോ? നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ മെസ്സേജ് തന്നെയാണ്. കാരണം KSEB ഇത്രയും നാളായിട്ട് നാട്ടിൻപുറത്ത് മാത്രമല്ല പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ആളുകളെ ഈ രീതിയിൽ ഏതൊക്കെ തരത്തിലാണ് പറ്റിച്ചുകൊണ്ടിരുന്നത്. ശരിപ്പോൾ ഈ നമ്മുടെ ഇൻവെർട്ടറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ പറ്റില്ല എപ്പോഴൊക്കെ കറണ്ട് പോകുന്നുണ്ട്. അവരും പറ്റിക്കപ്പെടുകയാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ എളുപ്പം നാട്ടിൻപുറത്തുള്ളവരെയാണ്. അവരാകുമ്പോഴത്തേക്ക് ചോദിക്കാനും ചെല്ലത്തില്ല, പറയാനും ചെല്ലത്തില്ല, അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഗവൺമെൻറ്റിലേക്ക് തന്നെ ഈ ചേട്ടൻ ഈ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോജക്റ്റ് എത്രത്തോളം ഡെവലപ്പ് ആവും അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു മേഖലയിൽ വർക്കൗട്ട് ആവും എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവരെ തന്നെ ചേട്ടൻ ചെറിയ രീതിയിലെങ്കിലും പറയുന്ന കാര്യം വേറൊന്നുമല്ല. നമുക്കൊരു ആശയം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ ആശയത്തിന് വേണ്ടത് ആ അധികാരത്തിലിരിക്കുന്നവരുടെയും കൂടി സപ്പോർട്ടാണ് എന്നുള്ളതാണ്. ആ സപ്പോർട്ടാണ് ഇപ്പോൾ ഈ ചേട്ടൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഈ ഡിവൈസ് 100% വിജയകരമാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഈ ചേട്ടന് ഉള്ളത്. ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിത്സൻ, വിസ്മയ ന്യൂസ്.